പുരുഷൻ സ്ത്രീയുടെ ഭൂതകാലം തിരയുന്നു. പക്ഷേ സ്ത്രീകൾ പുരുഷന്മാരുടെ ഭൂതകാലത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. താല്പര്യം തീരെയില്ല എന്നല്ല, പക്ഷേ പുരുഷന്മാർ കാണിക്കുന്ന അത്ര താല്പര്യം കാണിക്കുന്നില്ല. ചരിത്രത്തിലുടനീളം എല്ലാ സമൂഹങ്ങളിലും അങ്ങനെയാണെന്ന് ചില മനഃശാസ്ത്രജ്ഞർ പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? സാധാരണ പുരുഷൻ താൻ പങ്കാളിയാകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ കഴിഞ്ഞ കാലം അറിയാൻ അതീവ തൽപരനാണ്. ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പുറമേ നിന്ന് കിട്ടുന്ന ഒരു വിവരം പോലും ഒഴിവാക്കാൻ പുരുഷന്മാർ തയ്യാറാകില്ല. സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാർ പറയുന്ന ഗോസിപ്പുകളിൽ കൂടുതലും അവളുടെ കഴിഞ്ഞ കാലത്തെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അവളുടെ പൂർവകാല ബന്ധങ്ങൾ അത് എത്രത്തോളം ഉണ്ടായിരുന്നോ, എന്തുകൊണ്ട് ആ ബന്ധങ്ങൾ ഒഴിവാക്കി, ചതിച്ചതാണോ, എല്ലാത്തിനും വിശ്വസിക്കാൻ പറ്റുന്ന യഥാർത്ഥ കാരണങ്ങൾ പുരുഷൻ തേടിക്കൊണ്ടേയിരിക്കും. അതായത് ചരിത്രത്തിലുടനീളം പിതൃത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അനിശ്ചിതത്വം പുരുഷൻ നേരിടുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ആ പ്രശ്നമില്ല. സ്ത്രീകളാണ് കുട്ടികളെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് അത് തൻ്റെ കുട്ടിയാണെന്ന് സ്ത്രീക്ക് ഉറപ്പാണ്. എന്നാൽ പുരുഷന് ആ ഉറപ്പില്ല. തൻ്റെ കുട്ടിയെയാണ് തൻ്റെ പങ്കാളി പ്രസവിക്കേണ്ടത് എന്ന് പുരുഷന് ഉറപ്പിച്ചേ മതിയാകൂ. അത് ഉറപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം വിശ്വസ്തതയായ ഒരു പങ്കാളിയെ ലഭിക്കുക എന്നതാണ്. പങ്കാളി വിശ്വസ്തതയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതിന് പുരുഷ മനസ്സ് സ്വീകരിക്കുന്ന എളുപ്പമാർഗമാണ് പങ്കാളിയാകാൻ പോകുന്നയാളുടെ ചരിത്രമറിയൽ. സ്ത്രീക്ക് എത്ര പുരുഷന്മാരുമായി മുമ്പ് ബന്ധമുണ്ട്, അവൾ ചതിക്കുന്ന സ്വഭാവമുള്ളവളാണോ, വിവാഹത്തിന് മുമ്പ് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ചതിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പുരുഷൻ കരുതുന്നു. സ്ത്രീക്കും ഈ കണക്കുകൂട്ടൽ ഉണ്ടാകും. വിശ്വസ്തനായ പങ്കാളിയെ തന്നെയാണ് സ്ത്രീയും തേടുന്നത്. പക്ഷേ പുരുഷൻ വഞ്ചിച്ചാലും കുട്ടിയുടെ കാര്യത്തിൽ സ്ത്രീക്ക് ഒട്ടും ആശങ്കയില്ല. പക്ഷേ ഭാര്യ വഞ്ചിച്ചാൽ കനത്ത നഷ്ടമാണ് ഭർത്താവിനുണ്ടാക്കുക. മറ്റൊരാളുടെ കുട്ടിക്കു വേണ്ടി സ്വന്തം കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് സമയവും ഊർജവും തൻ്റെ പരിമിതമായ വിഭവവും ചെലവഴിക്കുക എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഏതൊരു ജീവിയും സ്വന്തം ജീൻ തലമുറകളിലേക്ക് കൈമാറാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും ഒരു സ്ഥിരമായ ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് പുരുഷൻ സ്ത്രീയുടെ ചരിത്രം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതൊരു തെറ്റല്ല. പക്ഷേ വിവാഹത്തിന് ശേഷം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ഭൂതകാലത്തിൽ എന്ത് ചെയ്താലും അതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതാണ് ശാശ്വതമായ ദാമ്പത്യത്തിന് അനിവാര്യമായത്.